അച്ഛന്റെ കണ്ണിലെന്നും അവളൊരു സുന്ദരി വാവയല്ലേ. മീൻ ബിരിയാണിയാണ് ഞങ്ങൾക്ക്. ചെറിയൊരു നോമ്പുറപ്പിലേക്ക് മീൻ വേട്ടയ്ക്ക് പോട്ടോ. വണ്ടി നിയമപ്രകാരം ഒരു കഴുത കണ്ണാടി വെച്ചും ഒരു കഴുത ചെറിയ വാങ്ങിക്കാൻ വേണ്ടി എടുത്താ. ഇതാണോ 10 റിയാലിന് ആശ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ സാധനം ഇത് ചെറി. നമ്മളെ വന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു ലൊക്കേഷൻ കണ്ടു കേട്ടോ. അടിപൊളി ഒരു ലൊക്കേഷൻ വെച്ചാൽ അടിപൊളി ഉണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് കാശ്മീരൊക്കെ പോകുമ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, അതേപോലെ ഒരു കിടുക്കൻ ലാൻഡ്സ്കേപ്പ്. ബാ കാണിച്ചു തരാം. ഈ പൂവൊക്കെ കണ്ടോ? ഈ സത്യം പറഞ്ഞാൽ ഇത് പൂവല്ല, ഇതൊരു ചെടിയുടെ ഇലയാ. കണ്ടോ, നല്ല വെള്ള കളർ. അതും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സീനറിയും കൂടെ നിങ്ങളൊന്ന് നോക്കും. മക്കളെ ഒരു അന്യായ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു അന്യായ വ്യൂ. മനസമാധാനത്തിന് പേരുണ്ടോ അത് ദേ ഈ ലൊക്കേഷൻ കണ്ടോ. ഇവിടെ വന്നിരിക്കുക, വൈകുന്നേരം ഒരു ചെറിയ കട്ടനൊക്കെ അടിച്ച് ഒരു ക്യാമ്പൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. അപ്പോൾ ഞങ്ങൾ അൽബഹയ്ക്ക് പോകുന്ന വഴിക്കാട്ടോ ഇങ്ങനൊരു സ്പോട്ട് കണ്ട്. ഈ സൗദികളൊക്കെ ഈ ഹിമാർ ഹയവാൻ എന്നൊക്കെ പറയത്തില്ലേ, അതെന്താ സംഭവം അറിയാമോ? കഴുതകളെയാണ് ഹിമാർ ഹയവാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നോക്കി കണ്ടോ, ഇതാ സംഭവം ഹിമാറും ഹയവാനുകളല്ല. ഒരു അന്യായ വ്യൂ കണ്ടു. വാവ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റോഡിൻ്റെ വ്യൂ പോയിൻ്റ് ആയിരുന്നു, അതിൻ്റെ നടുക്കൊരു ടർഫ് കണ്ടോ. ഇവിടെയൊക്കെ എത്ര ഫുട്ബോൾ കളിച്ചാലും പൊളിയായിരിക്കും. അതിൻ്റെ താഴെ ഒരു ട്രെയിലർ മറിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് കഴുതകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നപ്പോൾ അതിൻ്റെ എണ്ണം കൂടി. ഒരു കഴുത കണ്ണാടി വെച്ചും ഒരു കഴുത കണ്ണാടി വെക്കാതെ വേണ്ടി വരുന്നു വേറെ കഴുത. എന്തോ റോഡാന്ന് നോക്കിയണോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. മല ഒരു സൈഡ് വെട്ടി നിരത്തി സെറ്റാക്കി വെച്ചേക്കുവോ. ഞങ്ങളുടെ ചെറിയൊരു നോമ്പുറപ്പിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ കേട്ടോ. ചെറിയ ഇതിരി ഇതപ്പഴം, ക്രീം, പൊരിപ്പ്, ജ്യൂസ് സ്പെഷ്യലാണ്. പിന്നെ പോയിട്ട് ചായ, കിസ്ത, ഇനി എന്തൊക്കെ പറയാനുണ്ട്. മാംഗോ, ഇരിയലിയാ. റഹീം മുഹമ്മദ് സന്ദു ക്യാമന്തു അഫ്തർത്തു. അപ്പോൾ മക്കളെ ഞങ്ങൾ രാത്രി ഒരു മീൻ വേട്ടയ്ക്ക് പോകട്ടോ. മീൻ വേട്ട അളിയോ നാളെ ഒരു ഇൻട്രോ കിട്ടില്ലേ. ഞങ്ങൾ രാത്രി ഒരു മീൻ വേട്ടയ്ക്ക് വേണ്ടോ. പിന്നെ വീഡിയോ വേണം. കറക്റ്റ് ഇരുട്ട് കണ്ടോ, ഇരുട്ട് ഇതിനേക്കാൾ കൂരിരുട്ടത്താ പോകുന്നത്. കമോൺ. നമ്മളിപ്പോൾ ഇങ്ങനെ പോയി വെളിച്ചമില്ലാത്ത ഒറ്റ വണ്ടി തന്നെ ഉള്ളൂ ഇവിടെ വേണ്ട. ഞാൻ പോലീസ് എന്റെ പാൻറ്റി എല്ലാവരും മീൻചാറ് അത് അവിടെ പറഞ്ഞാൽ മതി. ഇരുന്നോളൂ, നല്ല ഏരിയ. പെട്ടി മാറ്റിട്ട് ഞാൻ ഇരുന്നോളാം. പോരാൻ പറ്റത്തില്ല. ഞാൻ നോക്കട്ടെ. കയ്യിൽ ഉടുപ്പെടുന്നു ചാറ് ഒഴിക്കാം വെള്ളം എന്തൊക്കെ കഷ്ടപ്പെടാൻ കുമ്പള് നമ്മൾ എന്തിനാണ് മീൻകറി മൊത്തം അവിടെ തട്ടിയല്ലോ. കളിച്ചിരി ചാറ് ആശുക്കളെ എന്ന ഈ വെള്ളം അവിടെ വെച്ചു, അല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം ചോദിച്ചാൽ എൻ്റെ കാണത്തില്ല. രാവിലെ എണ്ണിച്ചെല്ലാം കഴിയും. മീൻ എന്തായാലും പൊളിയല്ലേ. മീൻ പൊളിയാ, ഞാൻ വെച്ചോണ്ട് ബിരിയാണി സെറ്റായിട്ട് വെക്കണം. ബാക്കി ഇരിപ്പുണ്ടല്ലോ. ബിരിയാണി വെക്കാൻ ബാക്കിയുണ്ടല്ലോ. 2 പീസ് വറുത്തായിരിക്കും. നല്ല കുതിർത്തിട്ട് പൊറോട്ട അങ്ങ് പിടിയടാ. ഒരു കാര്യം പൊറോട്ട എടുത്ത് അകത്തുണ്ട്. ഉടനെ സപ്പോർട്ട്. ഇത് ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം, ഞാൻ ഇതിന്ന് ഒരു പീസ് കഴിച്ചുള്ളൂ. എന്റെ മുമ്പിൽ എല്ലാം കൂട്ടി വെച്ച് കൊതി ഇപ്പഴ കളയുന്നത്. കാട്ടുകൊതി അത് കുഴപ്പമില്ല, എല്ലാം അങ്ങോട്ടേ പോത്തുള്ളൂ. ആദ്യം തൊട്ട് തിന്നാൻ തുടങ്ങി. എന്താ ഇടപാടാന്ന് പറഞ്ഞ ഈ കണ്ണ് കാണാത്ത മൈരന്മാരെല്ലാം കൊണ്ടാ
കടാടി വെച്ച് എന്നാ ഇത് പിടിക്കുന്ന മരുന്ന് എനിക്ക് പിടിക്കും, അതും ഇല്ല. ഇപ്പൊ ഞാൻ മിറണ്ട കളിയാ അതിനെ. നമ്മുടെ ഒരു വിഷയം എന്താ പറയുക, നമ്മളിപ്പോ ഒരു ചട്ടി വെച്ചാലും ഒരു ചെമ്പ് വെച്ചാലും നമ്മൾ തീർക്കും. നമ്മൾ പിന്നത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അതല്ല, ആ ചട്ടി തീരുന്നത് അവിടെ കാണാം. ഞാനും അളിയനും അങ്ങനെ ഒരു കോഴിയൊക്കെ മേടിച്ച് കറി വെച്ചിട്ട് പറയാം, നാളെ രാവിലെ കുബൂസും കൂട്ടിയടിക്കും പീസില്ല. അല്ല ലാസ്റ്റ് തടയിൽ നോക്കുമ്പോ ചാറ്, പിന്നെ ഇതെന്താന്ന് പറയാം, അതും എടുത്ത് കമത്തും. കരയോട് ഒഴിക്കുന്നു. ഇതിന്റെ ഹ്യൂമർ സെൻസ് ഇന്നൊരു ഒഴിച്ച് തീരുവാടേ, ഒഴിച്ച് തീരുവോ കലാകാല. എന്നാ കൊടു അവിടെ വരെയുള്ള കണക്ക് എഴുതാണ്. അയ്യോ, പെട്ടി വെച്ച് ബാക്കിയാവോ? അല്ല, ഒരു ടയർ വീഴത്തില്ല കളിയാ, നീ ഫൈറ്റിനെങ്ങാണ് വീണതായിരിക്കും. ടയർ ഈ സൈഡ് രണ്ടോക്കെയാ. അല്ല ബൈ ദ വേ എന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന്. വണ്ടി നിയമപ്രകാരം വണ്ടി കഴിയുമ്പോ അപ്പുറത്തെ സൈഡ് ഇരിക്കല്ലേ. രാവിലെ ആശിക്കുന്നതിന് മുട്ട പൊറോട്ട. ഒരു ഈന്തപ്പഴത്തോട്ടത്തിൽ വന്ന കേട്ടോ. ഈ ഈന്തപ്പഴത്തോട്ടത്തിൽ നല്ല കിടക്കുന്ന ആട് ഫാമുണ്ട്. അപ്പോൾ കുറച്ച് ആടുകളൊക്കെ കണ്ട് രാവിലെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അളിയന്മാരുടെ കൂടെ എൻജോയ് ചെയ്തൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. അളിയന്മാരുടെ ഒരു കാര്യം, അടിപൊളി ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ സെറ്റ് ഒരു ലൊക്കേഷൻ കേട്ടോ. ഈന്തപ്പഴ തോട്ടത്തിനകത്ത് വേറൊരു ഫാം എന്തുവാ, ആട് ഫാം. ചുമ്മാ അഴിച്ചു വിട്ടിരിക്കുവാന്ന് എല്ലാത്തിനെയും. എന്ത് രസമെന്നറിയോ, ഭയങ്കര രസമുണ്ട് കാണാൻ. രാവിലെ അല്ല, ഡെയിലി ഓരോ ആടിനെ തിന്നണ്ട കളിയാ. ഡെയിലി കൊലച്ചിട്ടില്ല കേട്ടോ, നമ്മളെപ്പോലെ തന്നെ. ചില ചില പനയൊക്കെ ഇതുവരെ കൊലച്ചിട്ടില്ല. എന്താ അപ്പോൾ നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഇവിടെ ഈന്തപ്പഴത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി മസറയിലെ ഒരാളുണ്ട് കേട്ടോ. പുള്ളിക്കാരനെ ഇവിടെ എല്ലാം നോക്കി കിടന്ന്. അതെ, ആ ഈന്തപ്പഴത്തെക്കുറിച്ച് ഒന്ന് പറയാളേ. പനത്തോട്ടത്തിൽ നിന്ന് കിട്ടും. ദയവായി ഞങ്ങൾക്ക് വേണ്ടി ഈ ഈന്തപ്പഴത്തെക്കുറിച്ച് അല്ലെ പനയെക്കുറിച്ചും പഴത്തെക്കുറിച്ചും 2 വാക്ക് പറയൂ. പനയെ പറ്റി പറയുകയാണെങ്കിൽ, പന എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗദി അറേബ്യ ദേശീയ മരമാണ്. അത് ഞാൻ പുസ്തകത്തിൽ വെച്ചിട്ടുണ്ടല്ലേ. അതുപോലെ ഇതിന്റെ കൊല എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, അല്ലെ എനിക്ക് പ്രസംഗത്തിലോട്ട് അങ്ങ് പോകാൻ കുഴപ്പമില്ലല്ലേ, അല്ലെ പറഞ്ഞോ. അളി എന്താണ് എന്നെ മാത്രം. ഉച്ചക്ക് എത്ര പേര് കാണാ പോയി? നമ്മളൊരു 6 പേര് കാണൂടാ. നല്ല മീൻ ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യല്. കണ്ടോ, അട്ടിക്ക് വെച്ചിരിക്കുക. നല്ല ഒരു 7-7.5 കിലോ ഉള്ള ഒരു മീൻ ഇന്നലെ ഞങ്ങൾ സെറ്റ് ചെയ്ത കേട്ടോ. ഇതുപോലെ രാത്രി കുറച്ച് കറി വെച്ചു, തലയെടുത്ത് കറി വെച്ചു, ബാക്കി പീസ് തരാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് പോവാം. അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയുടെ പരിപാടി തുടങ്ങും. വറുത്തിട്ടല്ലേ ഇവിടെ വെക്കുന്നത്? മസാല എങ്ങനെയുണ്ട്? എണ്ണ വറ്റിട്ടെടുക്കാം. തുറക്കണേ ഇത് 2 ഉണ്ടായിരുന്നു. ചോറ് മാറ്റാൻ പോണേ. സ്പൈസി ഞാൻ മറ്റേ മിനിമേ പാടാൻ പോയില്ല. പാടില്ലേ? കഥന്ന് കുത്തിട്ട് മാണിക്കല്ലിന്റെ കമ്മലിടുന്നേരം വേനല് മാറുവാനുള്ളിന്റെ ഉള്ളില് മകൾ വളർന്നാലും അച്ഛന്റെ കണ്ണിലെന്നും അവളൊരു സുന്ദരി വാവയല്ലേ ചെല്ലച്ചിറു കാട്ടി. നല്ല അവൻ കക്കൂസ് ഇരിക്കുമ്പോ എങ്ങനെയാണെന്ന് പറഞ്ഞു. അവൻ പാടി ഇടയ്ക്ക് ട്രോള് വായിച്ചേക്കോടാ. അവ ഇങ്ങനെ
അണ്ണനെ പുകഴ്ത്തി രണ്ടിലേക്കും പാടാം. പിടിക്കും മയിലെ ഈ പാടിട്ടാ അതെന്തോ നമ്മള് ഷാറൂഖ് ഖാനെ വിളിച്ച് സംസാരിച്ചോളാം. ഇന്നലെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ അവധി കൊടുത്തു. പിന്നെ ഞാൻ അളിയന്റെ കാര്യം ആലോചിച്ചില്ല. ചമ്മച്ചല്ലോ കണ്ടോ അളിയന് മിന്നലമായിട്ട് പാടുന്നത് ആ തൊണ്ട ഞങ്ങൾ പോട്ടല്ലേ. ഹലോ ഗായ്സ്, നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അരികെയല്ല, ഇതാണ് നിമിഷത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് ഗായ്സ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ അൽബഹായുടെ മണ്ടയിലാണ് ഗായ്സ്. വളരെ നാരോ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ ഇതാണ് നമ്മുടെ അടുത്തൊരു ബക്കാലുണ്ട് കേട്ടോ. ആ ബക്കാലിന് അത്ര ഇല്ല ഇവിടുത്തെ ഒത്തേക്ക്. ആകെ കൂടെ 4 മുതൽ 7 പേര്. നിങ്ങളുടെ നാട്ടിലൊക്കെ പേരും ചൂടാണ്. വന്നത് പൊളി ഒരു സ്ഥലത്തല്ലേ. വാ, വട്ടിപ്പൊളി ഒരു ലാൻഡ്സ്കേപ്പ് നോക്കി. അയ്യവാ ഓ വാങ്ങിച്ചേക്കമ്മ. ഇവിടെ കട്ടറടിക്കാൻ പോവാണ്. അളി വാളിയ കട്ടറ, എല്ലാവർക്കും കട്ട. ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഉച്ചയ്ക്ക് ഇച്ചിരി കനത്തിലാണ് കഴിച്ചത്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും അവിടെ കയറാൻ പറ്റില്ല. അളിയൻ ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് 6 മണിക്കൂർ കൊണ്ട് മീൻ ബിരിയാണി വെച്ചിരിക്കുന്ന ബിരിയാണി അടിപൊളി. 6 മണി സൗദി 3000 രൂപ പറഞ്ഞിട്ട് 500 വർഷം പഴക്കം. 500 വർഷം ഈ സാധനത്തിന്. അതുകൊണ്ട് അവിടെ ഇതുണ്ടെന്ന് ഉണ്ടോ, എന്തോരം ലോകമുണ്ടെന്ന്. 500 വർഷം മുമ്പുള്ള വർഷം. ഇതൊരു സൗദി 3000 രൂപ പറഞ്ഞിട്ട് പുള്ളി കൊടുത്തില്ല. ഇതിലേക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഇലയാ, കറക്റ്റ് ഒറിജിനൽ സാധനം, പൊടിയല്ല. എന്നിട്ട് ഞാൻ ആ സെല്ലൂക്കി ആ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പോയി ഇരുന്ന് ഉണ്ടാതെ കൊടുത്തു. വരാ എന്തോ ഒരു വ്യൂ ആണോ. പാറ നല്ല തെന്നി കിടക്കും കേട്ടോ. നിൽക്കുന്ന സൂക്ഷിച്ച് നിന്നോണം. മേളി കയറി പോകുന്ന അപകടമാണ്. മുള്ളു പോലത്തെ പാറയും നല്ല പോളിഷ് പോലെ കിടക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറിപ്പോവാൻ. കയറി വരുന്നത് മേളിൽ ടോപ്പിൽ. നമ്മൾ ടോപ്പിൽ വരുമ്പോൾ ഇവിടെ ഒരു വാണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വെള്ളച്ചാട്ടം കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റില്ല. എങ്ങനെ കാണത്തുള്ളൂ ഉണ്ടോ. അതാണ് നമ്മൾ വന്ന ലൊക്കേഷൻ. അയ്യോ, കയറി വന്ന പാറ ഇത് തിരിച്ചിറങ്ങി. ഇത് അയ്യോ 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 هذا سوي انجليزي هندي انت؟ ايوه طب كيف تيجي؟ كويس تيجي كويس. ملالي ولا هندي؟ اي ملالي. ملالي.
كيف ما انت معلوم كيرلا كويس ولا ما في كويس؟ ما معلوم يعني ها شويه شويه. هذا؟ سوي اشتراك. سوي اشتراك سوي يا سلام. 100 ان شاء الله. شكرا. يا حبيبي. مبارك. ما شاء الله ريكوردينج؟ ايوه ما شاء الله. فلوق ارميه فلوق ارميه. انا راكب هذا ان شاء الله. فيديو صوت وانا راكب ان شاء الله. ان شاء الله ان شاء الله مبارك. ഒരു സൗദി സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലായി പിന്നെ ഞാൻ ഇവിടെ വന്ന് 10 രൂപ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. സൗദിയിൽ നമ്മുടെ വ്ളോഗിങ് എല്ലാവരും ഒന്ന് കാണട്ടെ. തായിഫിൽ ടച്ച് ചെയ്ത് മക്കേ ടച്ച് ചെയ്ത് എങ്ങനെ ജിദ്ദേ പോകുന്നത്? ഗൂഗിൾ പറഞ്ഞു You can take a car or bus or even you can take flight. പാത്തൊക്കെ കേൾക്കണം ലോളി. പാത്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനി അവരുടെ മോളാന്ന് പറയും. ആ സുക്കർ മസൂദ് എന്ന് പറഞ്ഞ മേടി ഓർമ്മ സുക്കർ കലിയിലൂടെ കട്ടനൊപ്പം നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്ന വെടിക്കെട്ട് വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ വെടിക്കെട്ട് വെള്ളച്ചാട്ടം. അത് ഈ വെള്ളച്ചാട്ടത്തിനേക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തോന്നറിയാം? ആഹാ, ഈ ലൊക്കേഷനിൽ ഇങ്ങനെ ചാരിക്കിടന്ന് ഇങ്ങനെ ചെറിയൊരു കട്ടനും അടിച്ച് ഇവിടെ ഇങ്ങനെ ഇളം കാറ്റൊക്കെ കൊണ്ട് കിടക്കുന്നതിലൊരു സുഖം. പൊന്നു മക്കളെ കിട്ടുക കട്ടനെന്ന് വെച്ചാൽ നല്ല സുന്ദരം കട്ടൻ. അപ്പോൾ കട്ടനൊപ്പം വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വീഡിയോ ഞങ്ങളുടെ വരുന്നുണ്ട്. ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ. मैंने प्यार किया तो डरना എന്നാ ഒരു അടിപൊളി ഒരു ലൊക്കേഷനിലാണ് ഞങ്ങൾ കിടക്കുന്നതെന്ന് അറിയാമോ? മണ്ടാരടങ്ങാൻ ഇവിടെ കിടന്നിട്ട് എണ്ണീറ്റ് പോകാൻ തോന്നുന്നില്ല. ഞാൻ നടുവേനായിട്ട് കഷ്ടപ്പെട്ടിരിക്കാൻ കമന്റ്